ഹായ് ഫോക്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്, അതിനിറങ്ങാൻ നിൽക്കുക. എന്താ ഈ കാരണം? നാളെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ബാംഗ്ലൂർ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അവരിങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിനിറങ്ങാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങല്ലേ? ഓ, ഞാൻ എപ്പോഴേ റെഡി. ഹായ് ഫോക്സ്, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നീ ഒരാളെ വിട്ടല്ലോ. മനുസും കൂടെ വരുന്നുണ്ട്, ഞാൻ പറയാൻ മറന്നതാണ്. ഓക്കെ, അപ്പോൾ പോവല്ലേ? ഓ, ഇവിടുന്ന് അടുത്തേക്ക് ചീട്ടേക്ക് വയ്ക്കാം. ആൾക്കാർ നോക്കണ്ടാവേ. നല്ലത് വിചാരിച്ച അത്ര ബ്ലോക്ക് ഇല്ല കേട്ടോ. പറഞ്ഞു തീർന്നുള്ള കിട്ടിയിട്ടുണ്ട്. ഹായ് ഫോക്സ്, അപ്പോൾ നമ്മൾ ഡിമാർട്ടിൽ വന്നിരിക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് കുറച്ച് ഗ്രോസറീസ് വാങ്ങാനുണ്ട്, അപ്പോൾ അതിനു വേണ്ടി വന്നിരിക്കുക. ഗൈസ്, ഇന്ന് ഇവിടെ കുറച്ച് തിരക്ക് കുറവാണെന്ന് തോന്നുന്നു. കാരണം ഇത്ര എല്ലാം ഇവിടെ ഉണ്ടാവാറ് സാധാരണ. ഇനിയിപ്പോൾ ഉള്ളിലോട്ട് പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അടുത്തോ ഫോക്സ്. അപ്പോൾ നമ്മൾ ഗ്രോസറി പർച്ചേസിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടി വാങ്ങാണ്ട് അതിന് പോകാൻ നിൽക്കുക. പിന്നെ ഇവിടെ തിരക്ക് കുറവായതുകൊണ്ട് പെട്ടെന്ന് സാധനങ്ങൾ ബില്ലാക്കാനും കാര്യങ്ങളൊക്കെ പറ്റി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റി. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കുന്ന ഒരു വലിയ ക്യൂ തന്നെ ഉണ്ടാവും. അപ്പോൾ ഫോക്സ്, നമ്മളുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ വെജിറ്റബിൾസ് വാങ്ങി, അതേപോലെ തന്നെ നമ്മൾ ഗ്രോസറീസ് വാങ്ങി, എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഹായ് ഫോക്സ്, അപ്പോൾ നമ്മൾ ഇന്ന് അവരെ കൂട്ടാൻ പോവാണ്. ഇവിടെ നമുക്ക് സാറ്റലൈറ്റിലോട്ടാണ് പോകേണ്ടത്. ടൈം ഏകദേശം ഒരു 5 മണി ആയിട്ടുണ്ട്. നമുക്ക് 1 അവറോളം ട്രാവലിംഗ് ഉണ്ട്. 6:30 ആകുമ്പോഴത്തേക്കാണ് അവർ ഏകദേശം എത്തുക. അപ്പം നമുക്ക് അവരെ കൂട്ടിയിട്ട് വരാം. ഭയങ്കര തണലുള്ള റോഡിലെ കർണാടക, നീലമേടച്ചൻ കർണാടക, അമ്മ കർണാടക. ആ ഡയലോഗ് കേട്ടോ അവിടെ. പക്ഷേ ഫുള്ള് കിട്ടിയില്ല കേട്ടോ അത്ര. ഹായ് ഫോക്സ്, അപ്പോൾ നമ്മൾ സാറ്റലൈറ്റ് എത്തി. ഇനിയിപ്പോൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇതുവരെ എത്തിയിട്ടില്ല. 6:30 ഒക്കെ ആകുമ്പോൾ എത്തുന്നുണ്ടാവും. അപ്പോൾ ഏതായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണ പോരുന്ന റൂട്ടിനല്ല ഇന്ന് പോകുന്നത്. ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് ഷോർട്ടസ്റ്റ് വേ ആണ്, ഒന്നുകൂടി ട്രാഫിക് ലെസ് ആണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചപ്പോൾ ആ റൂട്ട് പിടിച്ച് അത് കുറച്ച് വട്ടം ചുറ്റിച്ച് കുറേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭയങ്കര
ഇടയിൽക്കൂടെയുള്ള റോഡുകളായിരുന്നു. ഉള്ളിലൂടെ ആയിരുന്നു ആ റോഡ് പോയിരുന്നു. അപ്പോൾ കുറച്ച് ടൈം എടുത്തു. എവിടെ ഹെൽമെറ്റ് ഒന്നോ അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി അവർ കൊടുന്ന കുറച്ച് സ്പെഷ്യൽ സാധനങ്ങൾ, നമ്മൾ പ്രത്യേകം റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. അതെന്താന്ന് നോക്കി നോക്കാം. ആദ്യം തന്നെ അടുക്കള കാണാനാണ് ഗൈസ് കയറിയത്. വെടുക്കടി കാണാനാണ്. മലപ്പുറത്ത് ഒരു ചടങ്ങാണത്, അതുകൊണ്ട് അവിടെയാണ് ആദ്യം കയറിയിട്ടുള്ളത്. എല്ലാവരും കാണുന്നുണ്ട്. അതാണ് എൻ്റെ മമ്മി. അപ്പുറത്താണ് അമ്മൂസ്. അമ്മൂസ് ചെറുതായിട്ട് പോസ് ഇടുന്നുണ്ട്. ഇവർക്ക് ആർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. ഇത് മനസ്സ് പ്രത്യേകം പ്രമോഷൻ കൊടുക്കാൻ ഹാപ്പി ബേസ് രജിസ്ട്രേഷൻ കൊടുത്തു വിട്ടാ കേക്ക് കഴിച്ചാൽ പറഞ്ഞത് മസ്റ്റ് ട്രൈ ആണ്. അടുത്തത് മസാല ഒക്കെ നിങ്ങൾ നോക്കിയേ. നിങ്ങൾ അത് ചെറുക്കത് കട്ട് ചെയ്തോട്ടെ, കുഴപ്പമില്ല. ചിപ്സ് മീന് മരിച്ചത് അത് മീൻ കറി ഗൈസ്. മീൻ മുളകിട്ടത് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. മീൻ മുളകിട്ടത് ഞാൻ മീൻ മുളകിട്ടത് അമ്മ മീൻ മുളകിട്ടത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടിച്ചാണ്. പിന്നെ ഇത് ഉണ്ണിയപ്പം. വെറൈറ്റി സാധനം ഗൈസ്. ബാംഗ്ലൂർ കിട്ടുന്ന സാധനം കിട്ടാത്തതല്ല, കിട്ടുന്നതുണ്ടാവും. അപ്പോൾ ഈ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഗൈസ്.